മധ്യപ്രദേശിൽ വിജയദശമി ആഘോഷങ്ങൾക്കിടെ ട്രാക്ടർ തടാകത്തിലേക്ക് മറിഞ്ഞ് 11 മരണം. വിശ്വാസികൾ ദുർഗാദേവിയുടെ വിഗ്രഹവുമായി പോയ ട്രാക്ടറാണ് അപകടത്തിൽപ്പെട്ടത്. കണ്ട്വ ജില്ലയിലെ ജാംലി ഗ്രാമത്തിലാണ് അപകടം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി ലക്ഷ്മി ബാലചന്ദ്രനുണ്ട്. ലക്ഷ്മി, ഈ അപകടം എപ്പോഴായിരുന്നു? രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? മരണസംഖ്യയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ആരെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവിടെ നിന്നും എന്താണ് വിശദാംശങ്ങൾ? മധ്യപ്രദേശിലാണ് വിജയദശമി ആഘോഷങ്ങൾക്കിടെ ട്രാക്ടർ തടാകത്തിലേക്ക് മറിഞ്ഞ് 11 മരണമുണ്ടായിരിക്കുന്നത്. വിശ്വാസികൾ ദുർഗാദേവിയുടെ വിഗ്രഹവുമായി പോയ ട്രാക്ടറാണ് അപകടത്തിൽപ്പെട്ടത്. കണ്ട്വ ജില്ലയിലെ ജാംലി ഗ്രാമത്തിലാണ് അപകടമുണ്ടായിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഉത്തരേന്ത്യയിൽ ഉടനീളം ഈ ആഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ്. അപ്പോഴാണ് അതിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും 11 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആ അപകടത്തിൽ ആണ് ഉണ്ടായത്. ലക്ഷ്മി ഉണ്ട് വിവരങ്ങളുമായി. ലക്ഷ്മി, എന്താണ് അപകടത്തിന്റെ വിശദാംശങ്ങൾ? ഇന്ന് വിജയദശമി ദിനത്തിലാണ് ഇത്തരത്തിലൊരു ദാരുണമായ അപകടമുണ്ടായിരിക്കുന്നത്. 11 പേർ മരിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതായത് ദുർഗാദേവിയുടെ വിഗ്രഹം നിമജ്ജനം ചെയ്യുന്ന ചടങ്ങിനിടെയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായിരിക്കുന്നത്. വിഗ്രഹം വഹിച്ചുകൊണ്ടിരുന്ന ട്രാക്ടർ വെള്ളത്തിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. അതിൽ 25ഓളം പേരുണ്ടായിരുന്നു എന്നാണ് അറിയുന്നത്. 25ലേക്കാൾ കൂടുതൽ പേർ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നിർത്തിയിട്ടിരുന്ന വാഹനമായിരുന്നു. ഡ്രൈവർക്ക് പെട്ടെന്ന് ബാലൻസ് തെറ്റി വെള്ളത്തിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. 11 പേരാണ് മരിച്ചിട്ടുണ്ടായിരുന്നത്. 5-6 പേരെ രക്ഷപ്പെടുത്തിയെന്നാണ് അറിയാൻ കഴിയുന്നത്. 11 മൃതദേഹങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ബാക്കി ആളുകൾക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു അല്പസമയത്തിന് മുൻപാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായിരുന്നത്. ആ സമയത്ത് തന്നെ പോലീസും രക്ഷാപ്രവർത്തകരും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. JCB എത്തി വെള്ളത്തിൽ വീണ ട്രാക്ടർ ഇപ്പോൾ ഉയർത്തിയെടുത്തിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ബാക്കിയുള്ള ആളുകൾക്കായുള്ള തിരച്ചിൽ അവിടെ ഊർജിതമായിരിക്കുകയാണ്. 11 മൃതദേഹങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. അവിടുത്തെ മുഖ്യമന്ത്രി മോഹൻ യാദവ് മരിച്ച കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാരമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിക്കേറ്റ ആളുകളെ രക്ഷപ്പെടുത്തിയ ആളുകളെ ഇപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. അവരുടെ ചികിത്സയൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ചികിത്സാ സഹായങ്ങളും ഒക്കെ നൽകി കൊടുക്കുമെന്ന് ഇപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ പേർ ഇനിയും അപകടത്തിൽ പെട്ട് മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പറയുന്നത്. കാരണം വെള്ളത്തിനടിയിൽ പോയ ആളുകളെ, ബാക്കിയുള്ള ആളുകളെ നിലവിൽ ഇപ്പോഴും രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് അർദ്ധരാത്രിയിലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അഖില. ലക്ഷ്മി ബാലചന്ദ്രനാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.